ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് നടക്കും. അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് പേട്ടതുള്ളൽ നടക്കുന്നത്. രാവിലെ 11:30 ശേഷമാണ് അമ്പലപ്പുഴ പേട്ട സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കുക. ക്ഷേത്രത്തിൽ എന്നും പേട്ടതുള്ളി വാവരു പള്ളിയിലെത്തുന്ന അമ്പലപ്പുഴ സംഘത്തെ ജമാഅത്ത് കമ്മിറ്റി പ്രതിനിധികൾ പുഷ്പങ്ങൾ വിതറിയും ഷാൾ അണിയിച്ചും സ്വീകരിക്കും. വിവരങ്ങളുമായിട്ട് സനോജ് ചേരുന്നുണ്ട്. സനോജ്, ഗുഡ് മോർണിംഗ്. ഏറെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. പേട്ടതുള്ളൽ ആണ് ഇന്ന് നടക്കാൻ പോകുന്ന ഏറെ പ്രധാനപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ കാര്യം. അതിന്റെ നടപടികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? ശബരിമല തീർത്ഥാടന കാലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് ഉത്സവാന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങളെ എത്തിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള എരുമേലിയിലും ഇപ്പോൾ ഉത്സവാന്തരീക്ഷം തന്നെയാണ്. എരുമേലിയെ സംബന്ധിച്ച് ഇന്നലെ എരുമേലി ചന്ദനക്കുടമായിരുന്നു, വലിയ ആഘോഷമായിരുന്നു. എരുമേലി മഹല്ല് മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ ചന്ദനക്കുടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എരുമേലിയിൽ നടന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് പേട്ടതുള്ളൽ നടക്കുന്നത്. ഇന്നിപ്പോൾ അമ്പലപ്പുഴ പേട്ട സംഘത്തിൻ്റെ പേട്ടതുള്ളലാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. 11:30 ശേഷമാണ് പേട്ടതുള്ളൽ ആരംഭിക്കുക. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് ശേഷം അവിടെ നിന്നും ഭഗവാൻ പരുത്തിൽ ഗരുഡ വാഹനത്തിൽ കയറി എരുമേലിയിലെത്തുന്നു എന്നുള്ളതാണ് വിശ്വാസികളുടെ വിശ്വാസം. അതുപ്രകാരം ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കിട്ടപ്പരുത്തിനെ കണ്ടതിന് ശേഷമാണ് എരുമേലി കൊച്ചമ്പലത്തിൽ നിന്നും അമ്പലപ്പുഴ പേട്ട സംഘം പേട്ടതുള്ളി ഇറങ്ങുന്നത്. അങ്ങനെ പേട്ടതുള്ളി ഇറങ്ങുന്ന പേട്ട സംഘം ആദ്യം എത്തുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്നത് എരുമേലി മഹല്ല് മുസ്ലിം ജമാഅത്തിൻ്റെ മുറ്റത്താണ്. അവിടേക്കാണ് ആദ്യം ഈ പള്ളി അങ്കണത്തിലേക്ക് അമ്പലപ്പുഴ പേട്ട സംഘം ആദ്യം പേട്ടതുള്ളി എത്തും. അതിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ പള്ളി ഭാരവാഹികൾ പുഷ്പവൃഷ്ടിയോടുകൂടിയാണ് അമ്പലപ്പുഴ പേട്ട സംഘത്തെ സ്വീകരിക്കുന്നത്. അതിന് ജമാഅത്ത് ഭാരവാഹികൾ ഒന്നടങ്കം ഇതിനുണ്ടാവും. പിന്നീട് ഈ പേട്ട സംഘം അവർക്കൊപ്പം ഈ പള്ളിയെ വലമ്പത്തിന് ശേഷം പുറത്തിറങ്ങി വലിയമ്പലത്തിലേക്ക് നീങ്ങും. വലിയമ്പലത്തിലേക്ക് പേട്ട സംഘം നീങ്ങുമ്പോൾ അതിൻ്റെ വഴിയോരത്തെല്ലാം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ NSSൻ്റെയും SNDPയുടെയും മറ്റ് പൗരാവലിയുടെയും വ്യാപാരി സമൂഹത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ സ്വീകരണങ്ങൾ ഈ കടന്നു പോകുന്ന പാതയിൽ ഉണ്ടാവും. അവിടെ എത്തുന്ന ശേഷം അമ്പലപ്പുഴ പേട്ട സംഘം വലിയമ്പലത്തിൽ എത്തുന്നതോടുകൂടി അവരുടെ പേട്ടകെട്ട് സമാപിക്കുകയാണ്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട്ട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. ആലങ്ങാട്ട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ എന്ന് പറയുന്നത് ആലങ്ങാട്ട് സംഘം കൊച്ചമ്പലത്തിൽ നിന്നും, അതായത് നമ്മളുടെ ക്യാമറ ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചമ്പലത്തിലും ഞാനിപ്പോൾ നിൽക്കുന്നത് മഹല്ല് മുസ്ലിം ജമാഅത്തിൻ്റെ മുറ്റത്തുമാണ്. അപ്പോൾ ഈ കൊച്ചമ്പലത്തിൽ നിന്നും പേട്ട കെട്ടി ഇറങ്ങുന്ന സംഘം അവിടെ നിന്നും നേരെ വലിയമ്പലത്തിലേക്ക് പോകും. അവർ ഈ പള്ളിയിലേക്ക് കയറുകയില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയപ്പെടുന്നത്, ആലങ്ങാട്ട് സംഘം പള്ളിയിൽ കയറാത്തതിൻ്റെ കാരണം വിശ്വാസപരമായി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം ബാബരുടെ പ്രതിനിധി പോയി എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആലങ്ങാട്ട് സംഘം പള്ളിയിൽ കയറാതെ പള്ളിയുടെ മുന്നിൽ വെച്ച് വണങ്ങിയതിനു ശേഷം അവർ പേട്ടതുള്ളി വലിയമ്പലത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും ശേഷമായി അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ സമാപിക്കും. എന്തായാലും അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ എരുമേലി വലിയ തിരക്കിലാണ്. തീർത്ഥാടകരെ സംബന്ധിച്ച് മകരവിളക്കോടനുബന്ധിച്ച് വലിയ തിരക്കനുഭവപ്പെടുന്ന സമയങ്ങളാണ്. ഇപ്പോൾ വിവിധ ദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള തീർത്ഥാടകരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പേട്ടതുള്ളൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയ, ശരി. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇന്ന് എരുമേലി പേട്ടതുള്ളൽ നടക്കാൻ പോകുന്നു. അവിടെ വലിയ തിരക്കാണ് കാണാൻ കഴിയുന്നത്. ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്.